കേട്ടിട്ടുണ്ടാവൂലേ? നമ്മള് എന്താ പറയാ, ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ആ ഒരു സ്ഥലപ്പേര് നമുക്ക് പരിചയം. ഒന്ന്, മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഒരു നടൻ, അത് അത്രയും അല്ലേ, അദ്ദേഹത്തിന്റെ പേരിനേക്കാൾ കൂടുതൽ ആ ഒരു സ്ഥലപ്പേര് നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ വളരെ അടുത്താണ്, കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. പലരും എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു വില്ലേജ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ കോഴിക്കോട് സിറ്റിന്റെ ഏകദേശം നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് നോക്കുകയാണെങ്കിൽ, ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കോയമ്പത്തൂർ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ലഭിച്ചു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 19 വയസ്സ് കഴിഞ്ഞ സമയത്ത്, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ജോലിയുടെ ഭാഗമായിട്ട് കോയമ്പത്തൂര് എന്താ പറയാ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവർക്കും അറിയാലേ, ഇപ്പോ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലാണെങ്കിൽ കൂടി 20കളിൽ നിൽക്കുന്ന ഒരു DSMO ലീഡേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചു പേരുള്ളൂ അല്ലെ. 20 to 30 പ്രായത്തിനിടയിൽ നിൽക്കുന്ന DSMO കമ്പനീന്റെ 6ാമത്തെ റാങ്കിന് മുകളിലേക്കുള്ള ലീഡേഴ്സ് വളരെ കുറച്ചു പേരുള്ളൂ അല്ലെ. അതേപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ലഭിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൂടെ, സംഭവം ഇവിടെ കോഴിക്കോട് നിന്ന് ആകെ 4 മണിക്കൂറേ ഉള്ളൂ, എന്നാൽ പോലും മറ്റൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് മാസത്തില് 1-2 ദിവസമൊക്കെ ആകെ ലീവ് ഉണ്ടാവുള്ളൂ. ആ ദിവസമൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകളും അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് എപ്പോഴാ വന്നത്, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്നൊരു ഫീലാണ്. എപ്പോഴാ വന്നത്, എപ്പോഴാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇതെന്തോ വലിയ കാര്യമാണെന്നുള്ളത്. എനിക്കറിയില്ലല്ലോ, ജോലിയെ പറ്റി നമ്മൾ പഠിച്ചു വരുന്നോളൂ. പിന്നെ കഴിഞ്ഞ 7 ക്ലബ്ബുകളിൽ ധാരാളം ലീഡേഴ്സ് നമുക്ക് മുന്നിലൂടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ധാരാളം ജീവിത പരിചയമുള്ള ആളുകളാണ്. എനിക്ക് അതുപോലെ കുറെ വർഷത്തെ ജീവിത പരിചയം ഒന്നും പറയാനില്ല. ആകെ ജോലി ചെയ്തത് 1 വർഷം മാത്രമാണ്, 1 വർഷം 1.5 വർഷം മാത്രമാണ്. ആ സമയത്താണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെല്ലാവരും ലൈഫിലേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്കും ജോലി സ്ഥലത്ത് ആ ഒരു ജോലി തുടർന്നു പോകാൻ പറ്റാതെ നാട്ടിലേക്ക് വന്ന ഒരു സമയത്താണ് ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസിനെ പറ്റിയിട്ട് ആദ്യമായി ഇതുപോലെ ഒരു സൂം ആപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത്. പലരും നേരിട്ട് കേട്ട ആളുകളുണ്ട്, അത് ഫിസിക്കൽ POPകളിലൂടെയോ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഹൗസ് മീറ്റുകളിലൂടെയോ. അതല്ല, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടോ, പലരും ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞു എന്നൊരു കാരണം കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നത് സൂം ആപ്ലിക്കേഷനിലൂടെയാണ്. രാത്രി ഏകദേശം 1 മണി 1:30 സമയത്താണ് ഈ ബിസിനസ്സിനെ പറ്റി ആദ്യമായിട്ട് സൂമിലൂടെ എനിക്ക് പരിചയമുള്ള ഷിജു സുകുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ആദ്യമായിട്ട് കേട്ടത്. കേട്ട സമയത്ത് ഏതൊരാളെയും പോലെ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് മാറി. അപ്പൊ എന്തായാലും എന്റെ കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം പ്രിഫർ ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിലാണ്. അപ്പൊ അതിനൊരു സ്റ്റാർട്ടിങ് ഇട്ടു എന്നുള്ളൂ. അപ്പൊ എന്തായാലും ഫിജി കാർട്ടിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് കഴിഞ്ഞ 7 ക്ലബുകളിൽ നടന്നു പോയിട്ടുണ്ട്. അതിന് യോഗ്യരായിട്ടുള്ള ധാരാളം ലീഡേഴ്സ് നമുക്ക് അതിനെ പറ്റി ധാരാളം കാര്യങ്ങൾ പങ്കുവെച്ചു. ഇന്നത്തെ ഒരു ദിവസം ഞാനിങ്ങനെ 7 ക്ലബ്ബ് ഇന്നത്തെ ഡേ ഞാനാണ് എന്ന് ഫൈനൽ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും 1000 ആളുകൾ കയറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ 1000 ആളുകൾക്ക് മുന്നിൽ ഞാൻ എന്തൊരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുക എന്നതിനെ പറ്റിയിട്ടായിരുന്നു എന്റെ ചിന്ത. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എന്റെ തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസിനെ പറ്റി ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ട്രെയിനിങ്ങുകൾ മുഖേനയും സ്പെഷ്യൽ ക്ലബുകൾ മുഖേനയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പിന്നെയും 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 പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് എന്നാൽ ഫിജി കാർട്ടിനെയും നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി പങ്കുവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോ എല്ലാവരും മസിൽ പിടുത്തൊക്കെ ഒന്ന് വിടുക, നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക. എന്താ പറയാ, നമ്മൾ ഇന്ന് കുറച്ച് എന്റർടൈൻഡ് ആവാൻ പോവുകയാണ്. നമ്മൾ കുറെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന്, സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, എന്നാൽ പോലും
കുറച്ച് എന്റർടൈൻഡ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്തതും എന്നാൽ കുറച്ചു പേരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയം ആയിരിക്കും. അപ്പോൾ എനിക്ക് അതിൽ കുറച്ചും കൂടി താല്പര്യമുള്ളത് കൊണ്ട് ഇപ്പോൾ റീസെന്റ് BA സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡിസ്റ്റന്റ് ആയിട്ട്, അതായത് ഏകദേശം ഒരു 8 വർഷമായി സ്റ്റഡീസിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷം BA സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഞാൻ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് മനസ്സായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയാ നമ്മുടെ ഈ ഒരു 7 AM ക്ലബിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ കഴിയണമെന്നില്ല. ഈ ചെറിയ പയ്യൻ എന്താണ് രാവിലെ തന്നെ വന്നിരുന്ന് സംസാരിക്കുന്നത്, ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ പല ആളുകളും എന്താ പറയാ തെളിയിക്കപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിനു മുന്നേ എന്റെ 7 AM ക്ലബ്ബുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അവർക്കറിയാം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു പോകാൻ ഭയങ്കര എന്താ പറയാ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്, അവിടെ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലെന്നാൽ പോലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങനെ റെസ്പോൺസസ് ഇങ്ങനെ കിട്ടണം. അതിപ്പോ നേരിട്ടൊരു വേദിയിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും, ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഗ്രാമിലാണെങ്കിൽ പോലും എന്താണ് ഇതിങ്ങനെ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചു പോകുന്നു, ഒരു റേഡിയോ പോലെ കുറെ ആളുകൾ ഇതിങ്ങനെ കേട്ടിരിക്കുന്നു. അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങളില് എന്താ പറയാ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടികൾ മെസ്സേജിലൂടെ തരാം, അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലെ, നമുക്ക് ഈ റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറെ പേര് ഓൾറെഡി തമ്പും ലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ അറിയാം 7 AM ക്ലബ് ആണ്. പല ആളുകളും ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെ ഇടയിലായിരിക്കും ഈ 7 AM പറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലപ്പോ ട്രാവലിംഗിലായിരിക്കും, ചിലവര് ലീഡേഴ്സോ അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകളോ നിർബന്ധിച്ചത് കൊണ്ട് ഇതിപ്പോ കയറണമല്ലോ, ഭണ്ഡാരം രാവിലെ തന്നെ ഇത്രയും തണുപ്പൊക്കെയാണ്, ഇതിന്റെ ഇടയിൽ കയറണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കയറിയിട്ടുള്ള ആളുകളുണ്ടാവും. കുറച്ചുപേര് ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഉറങ്ങുന്ന ആളുകളും ഉണ്ടാവൂലെ. അപ്പൊ ആദ്യം ലൈവായിട്ട് ഞാൻ പറയുന്നത് എത്രത്തോളം ആളുകൾ ലൈവായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് എന്നത് എനിക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുള്ള ആളുകൾ മാത്രം ഒന്ന് നിങ്ങൾ റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലെ, നമ്മൾ സാധാരണ ഫീഡ്ബാക്ക് ഒക്കെ സമയത്താണ് റൈസ് ഹാൻഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഹാൻഡ്. 1000 പേര് എന്തായാലും എന്റെ മുന്നിലുണ്ട്, അതിൽ 1000 പേരിൽ എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട് എന്ന് അറിയാൻ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിയാത്ത ആളുകളും നമ്മുടെ മുന്നിൽ ഉണ്ടാവും. കുറെ ആളുകളൊക്കെ പച്ച സൂം ഉപയോഗിച്ച് തുടങ്ങിയ ആളുകളുണ്ട്. നമ്മൾ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിന്റെ സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണിക്കും അല്ലെ. അതിൽ ഏകദേശം 6ാമതായിട്ട്, അധികം ഫോണുകളിൽ 6ാമത്തെ ഓപ്ഷൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഐഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ ആണ്, ആൻഡ്രോയിഡ് ഫോണുകളാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് കാണിക്കും. ഒരു ഹാർട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പൊന്തിച്ചിരിക്കുന്നതായിട്ട് ഒരു ചിഹ്നം അറിയാത്തവർക്ക് പറയുന്നവര് വിചാരിക്കും ഇവൻ എന്തൊക്കെയത് പറയുന്നത്. അപ്പൊ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെ, റൈസ് ഹാൻഡ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ, ചാറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇല്ലേ, ഹായ് എന്നോ ഗുഡ് മോർണിംഗ് കഴിക്കാം. അപ്പൊ ഇതിൽ കുറെ ആളുകൾ റെസ്പോണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, സന്തോഷം. ഏകദേശം 209 ആളുകൾ റേസ് ഹാൻഡ് ഓപ്ഷൻ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തമ്പും ക്ലാപ്പും അങ്ങനെ പല മറുപടികളിലൂടെ കുറെ ആളുകൾ നിങ്ങളുടെ റെസ്പോൺസസ് അറിയിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ധാരാളം ആളുകൾ നിങ്ങളുടെ റെസ്പോൺസ് അറിയിച്ചതിൽ നന്ദി. അപ്പോ ഞാൻ എല്ലാവരുടെയും ഫീഡ്ബാക്സ് എന്താണ് ക്ലിയർ ചെയ്യാണ്. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാന്ന് വിചാരിച്ച് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് മനസ്സിനെ പറ്റിയിട്ടാണ്, നമ്മുടെ മാനസികാവസ്ഥയെ പറ്റിയാണ്, നമ്മുടെ മൈൻഡ് സെറ്റിനെ പറ്റിയാണ്. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലാണെങ്കിലും, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മളെ മനസ്സിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവയവമല്ല അല്ലെ. എല്ലാവർക്കും അറിയാലോ അല്ലെ, നമുക്ക് ഈ കരള്, വൃക്ക, കണ്ണ്, മൂക്ക്, നാവ് എന്നൊക്കെ പറയുന്ന പോലെ അതൊരു അവയവമല്ല. പക്ഷെ അത് നമ്മളെ എന്താ പറയാ ജീവിതത്തിൽ
അല്ലെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗനിലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും കൂട്ടിച്ചേർത്തതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ എല്ലാവരെയും മനസ്സിന്റെ ഘടനയെ അല്ലെങ്കിൽ മനസ്സിനെ കാണുന്നത്. ഓക്കെ, അപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധാരാളം മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറെ ഇൻവോൾവ്മെന്റുകൾ ഉണ്ട്. അത് പലരും തിരിച്ചറിയാതെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സൈനിക ക്ലബിലെ എന്റെ ഉദ്ദേശം. എല്ലാവരും ഞാൻ കാര്യങ്ങൾ പൂർണ്ണ ഉൾക്കൊള്ളുന്നില്ല എന്നാൽ പോലും എന്താണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ സംസാരിക്കാം. ആദ്യം തന്നെ ഇത് പറയാ ഇതിന് ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ ആരംഭിക്കാന്ന് വിചാരിക്കുന്നു. അത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് 3 ഘടനയാണ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. മനസ്സിന് 3 ഘടന. ഈ 3 ഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ലെ ഐസ്ബർഗിനെ പറ്റിയിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ഐസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമല. നമ്മൾ ഈ ടൈറ്റാനിക് സിനിമ ഒക്കെയാണ് കൂടുതൽ മഞ്ഞുമലേനെ പറ്റി പറയുന്ന സമയത്ത് ടൈറ്റാനിക് സിനിമയാണ് കൂടുതൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കാറുള്ളത്. അറിയാത്ത ആളുകൾക്കായിട്ട് പറയാം, മഞ്ഞുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കടലിലല്ലേ, കടലിലാണ് കൂടുതൽ മഞ്ഞുമലകൾ നമുക്ക് അന്റാർട്ടിക്ക പോലത്തുള്ള സ്ഥലത്തൊക്കെ കാണാറുള്ളത്. ഈ പുറം ഭാഗത്ത് കാണുന്ന ഒരു പാളി ഉണ്ടാവും അല്ലെ, വെള്ളത്തിന്റെ മുകളിലായിട്ട്. ഈ കടൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിനെന്താ പറയാ, വെള്ളത്തിന്റെ മുകളിലേക്കുള്ള ഒരു പാർട്ടും ഉണ്ടാവും, വെള്ളത്തിന്റെ താഴേക്കുള്ള ഒരു പാർട്ടും ഉണ്ടാവും. നമ്മളെ മനസ്സിനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിലേക്കുള്ള ഒരു ഭാഗമുണ്ട്, അതിനേക്കാൾ വലിയൊരു ഭാഗം നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും വലിയൊരു ഭാഗമാണ് ഈ കടലിന്റെ അടിയിലേക്ക് ഉണ്ടാവുക അല്ലെ. നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും, അറിയാത്ത ആളുകളും ഉണ്ടാവും. അപ്പോ നമ്മളെ മനസ്സിന് 3 ഘടനയാണുള്ളത്. ഒന്ന് കോൺഷ്യസ് ലെവൽ, അതായത് നമ്മൾ ബോധ മനസ്സ്. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. മനസ്സിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്. അതിനെയാണ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുക. കോൺഷ്യസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ എന്താണ് ഇപ്പൊ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇപ്പൊ എഴുതുന്ന ആളുകളുണ്ടാവും, മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളുണ്ടാവും, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, ഉറങ്ങുന്ന ആളുകളുണ്ടാവും. നിങ്ങളിപ്പോ ലൈവായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ കോൺഷ്യസ് ലെവല്, ബോധ മനസ്സ് എന്ന് പറയുക. അതുകൂടാതെ അതിനെ ഈ മഞ്ഞുമലയുടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ഭാഗം അല്ലെ, ഞാൻ പറഞ്ഞു മഞ്ഞുമലയിൽ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭാഗം. അതിനേക്കാൾ വലിയൊരു ഭാഗം ഇതിന്റെ താഴേക്ക് ഉണ്ട് അല്ലെ, നമ്മൾ കാണാത്തൊരു ഭാഗം. ഇതിപ്പോ എനിക്ക് ഇവിടെ വരച്ച് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ വെറുതെ വൈറ്റ് ബോർഡിലേക്കൊന്നും കടക്കുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ഊഹിച്ചാൽ മതി അല്ലെ, നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ, കോൺഷ്യസ് ലെവൽ. രണ്ടാമത്തെ ഒരു ഭാഗത്ത് പറയുന്നത് ഈ വെള്ളത്തോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഇതിന് രണ്ടിനെയും നടുക്കുള്ള ഒരു പോർഷൻ, ചെറിയൊരു ഭാഗം വെള്ളത്തിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യം പറഞ്ഞത് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ ബോധ മനസ്സാണ്. അടുത്തത് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നടക്കുക നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ. നിങ്ങളോട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്, അപ്പൊ നമ്മൾ ഒന്ന് ഓർത്തിട്ട് നമുക്ക് ആ ഒരു 10 നമ്പർ പെട്ടെന്ന് പറയാൻ പറ്റൂലേ. അതാണ് നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ്, എന്നാൽ ലൈവിലുള്ള കാര്യമല്ല. നമ്മളൊന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ മെയ് മാസമാണ് 5 വർഷം കംപ്ലീറ്റ് ആയത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേട്ട ഒരു ദിവസം, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ആദ്യം ഈ പ്ലാൻ പറഞ്ഞു തന്നത്, ഇത് പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്ന് ഓർത്തെടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്കൂളിന്റെ പടി കണ്ടത് ഒരു ദിവസം ആയിക്കോട്ടെ, അതൊക്കെ വലിയ പ്രായമുള്ള ആളുകൾക്ക് എത്രത്തോളം ഓർമ്മയിൽ ഉണ്ട് എന്ന് അറിയില്ല, എന്നാൽ പോലും ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ചില ആളുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മുൻപ് എപ്പോഴോ കണ്ടൊരു വ്യക്തിയായിരിക്കും, നമ്മൾ ഒന്ന് അവരെ ഇങ്ങനെ കണ്ടിട്ട് ഒന്നിങ്ങനെ വീക്ഷിക്കൂലേ, എനിക്ക് ഇവരെ എവിടെയോ പരിചയം ഉണ്ടല്ലോ, ആ നമ്മൾ അന്ന് ആ കല്യാണ വീട്ടിൽ കണ്ടൂലേ, അല്ലെങ്കിൽ നമ്മൾ അന്ന് ആ ഒരു BOP ഹാളിൽ കണ്ടൂലേ, അല്ലെങ്കിൽ അന്ന് ആ ഒരു മരണ വീട്ടിലോ, അല്ലെങ്കിൽ നമ്മൾ അന്ന് ട്രെയിനിൽ പോകുന്ന സമയത്തോ കണ്ടൂലേ എന്ന് നമ്മൾ എന്താണ് ആ ഒരു ഓർമ്മ നമ്മളൊന്ന് പുതുക്കാറുണ്ട് അല്ലെ. അതിനാണ് നമ്മൾ സബ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു മഞ്ഞുമലയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ്
സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗം, ഞാൻ ഇപ്പൊ മഞ്ഞുമലയുടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളെ മനസ്സിന്റെ ഘടനയിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് അൺകോൺഷ്യസ് ലെവലാണ്. അവബോധ മനസ്സ്. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയും ഇല്ല. അവബോധ മനസ്സ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ള സ്പേസ് കവർ ചെയ്യുന്നത് ഈ പറയുന്ന അൺകോൺഷ്യസ് ലെവലാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിച്ച് മറന്നു പോയിട്ടുള്ള വേദനകൾ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ എന്താ പറയാ, ചില കാര്യങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചാലും ഓർത്തെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ദിവസം നമ്മളോട് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് അല്ലേ. അത് അത്രയും നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരു വിവരമോ അല്ലെങ്കിൽ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഉദിക്കാത്ത ആ അത്രയും പഴയ ഒരു കാര്യങ്ങളാണ്. അതുപോലെ ചില ആളുകളൊക്കെ പെട്ടെന്ന് വയലന്റ് ആവുന്നത് കണ്ടിട്ടില്ലേ. അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത പല എന്താ പറയാ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ വേദനകളായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അൺകോൺഷ്യസ് ലെവലിലാണ്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കോൺഷ്യസ് ലെവൽ, ഒന്ന് സബ് കോൺഷ്യസ് ലെവൽ, ഒന്ന് അൺകോൺഷ്യസ് ലെവൽ. ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഘടന എന്ന് പറഞ്ഞെങ്കിൽ 3 തലങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇതൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽ എന്താണ് അവരുടെ മനസ്സിൽ അല്ലെ രൂപപ്പെടുന്ന ഒരു ഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് എന്താ പറയാ പുറത്തേക്ക് ഒരു പ്രസിദ്ധീകരണം നടത്തിയത്. ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത്, ഇപ്പൊ ഒരു മഞ്ഞുമല അല്ലെ, മഞ്ഞുമലയെ പറ്റി നമ്മൾ പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ട്, അതുകൂടാതെ വെള്ളത്തിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിനേക്കാൾ ഏറ്റവും താഴെയായിട്ട് ഒരു വലിയൊരു പോർഷൻ എന്താണ്, വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു പാർട്ടാണ്. ഇതിനെയും 3ആയിട്ട് തരംതിരിച്ചു. 3ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേർരേഖയിൽ ഒന്ന് നടുക്കും കട്ട് ചെയ്തു, അതുകൂടാതെ പകുതി മുതൽ എന്താണ് അടുത്തൊരു ഭാഗവും വിഭജിച്ചു. ഓക്കെ, ഇതിനും ഫിജിക്കാർഡിനും തമ്മിൽ എന്താ ബന്ധം എന്ന് ഇങ്ങനെ ആലോചിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഞാൻ അവിടേക്ക് വരും, എത്തും. മനസ്സാണല്ലോ, ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. രാവിലെ തന്നെ 7 ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ മനസ്സിനെ പറ്റി പറയുന്നു, ഉറക്കം വരുന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുറെ ആളുകളുടെ മുഖഭാവങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മനസ്സിന്റെ ഘടന ഞാൻ 3ആയിട്ട് തരംതിരിച്ചു. കോൺഷ്യസ് ലെവല്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇതിന്റെ ഉള്ളിൽ ഇതിനെയും 3 തലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതില് ഒന്നാമത്തെ കാര്യമാണ് ഇത് എന്നുള്ളത്. അതിന് അവര് കൊടുത്ത വാക്കാട്ട ഇത്, അതായത് ID. വായിക്കുമ്പോ ഇത് എന്നാണല്ലോ വായിക്കാം. നമ്മൾ മലയാളത്തിൽ ഇത് എന്ന് പറയുന്നത് പോലത്തെ ഇതല്ല അത്. അതിന് അവര് കൊടുത്തൊരു വാക്കാണ് ഇത്, ID. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ച് വളർന്ന് മീൻസ് ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പിറന്നതിന് ശേഷം ആ കുട്ടിയുടെ മനസ്സിൽ ഇതെന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ID, അതിനാട്ടോ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആ ID എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അതായത് നമ്മളെ മനസ്സിൽ നമുക്ക് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിന്റെ ഘടനയിൽ ഈ ഭാഗത്തു നിന്നാണ് അതിന്റെ ഉത്തേജനം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മറ്റൊരു കാര്യം, ഇതിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തും ലോജിക് ഉള്ള കാര്യം ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇപ്പൊ 1-2 എക്സാമ്പിളുകളിലൂടെ നമുക്ക് കടന്നു പോകും. ഇപ്പൊ നമ്മള് ഒരു പാർക്കിൽ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു തിയേറ്ററിൽ കയറുകയാണ്. അവിടെ ഏതെങ്കിലും ഒരാൾ എന്താണ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ. ഐസ്ക്രീമോ ചോക്ലേറ്റോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആ വ്യക്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ 3 ഘടന ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഘടനയാണ് ഞാൻ ഇതെന്ന് പറയുന്നത്, ID. ഈ ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഉത്തേജിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒരാളുടെ പേര് വെച്ചിട്ട് പറയാം, എനിക്ക് ഇങ്ങനത്തെ കാര്യം, നിങ്ങൾ ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ, എക്സാമ്പിളിൽ ഒരു പേരല്ലേ. ഒരു മനുഷ്യൻ ഐസ്ക്രീം കഴിക്കുന്നു എന്ന് പറയുന്നതും ഇപ്പൊ സെബാസ്റ്റ്യൻ സാർ ഐസ്ക്രീം കഴിക്കുന്നു എന്ന് പറയുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. എല്ലാവരും മനസ്സിലേക്ക് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പേരാണോ വന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർക്കിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലുകയാണ്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് നടന്നു ചെല്ലുകയാണ്. അന്നേരം അതാ സെബാസ്റ്റ്യൻ സാറ് ആ ഒരു എന്താ പറയാ
ഒരു ടേബിളിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സ് പറയാണ് ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കൊതി വന്നു. ഈ കൊതിയെ ID എന്ന് പറയുന്ന ഇത് ആക്ട് ചെയ്യുന്നത് ഓടിപ്പോവുക, സെബാസ്റ്റ്യൻ സാറെ കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടി പറക്കുക, കഴിക്കുക. ഇത് മാത്രമാണ് കേട്ടോ. നമ്മൾ ഇതിന് ലോജിക് വൈസ് ആയിട്ട് അയ്യോ സെബാസ്റ്റ്യൻ എന്ത് വിചാരിക്കുമെന്നോ ചുറ്റുപാടുള്ള ആളുകൾ എന്ത് ചിന്തിക്കുമെന്നോ അത് നാളുകളിൽ എങ്ങനെ അറിയപ്പെടും, ഇതൊന്നും ചിന്തിക്കില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണം, അത്രയേ ഉള്ളൂ. അത് ലോജിക്കായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ മനസ്സിന്റെ ഈ ഘടന പ്രവർത്തിക്കുന്നത് മുഖേന ഉണ്ടാവുക. ഓക്കെ, ഇതിനേക്കാൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പലർക്കും ചിന്തിക്കാവോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ എന്നുള്ളത്. ഇതിനെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ച ഉടനെ തന്നെ അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കുട്ടി കരയുന്നത് സമയം നോക്കിയിട്ടാണോ? രാവിലെ അച്ഛനും അമ്മയൊക്കെ എഴുന്നേറ്റതിന് ശേഷം അവര് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണോ അത് കരയുക? ഒരിക്കലല്ലേ. അതിന് വിശന്ന അത് കരയും, അതിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കരയും, അതിന് ആരെങ്കിലും തോണ്ടിയാലോ പിടിച്ചാലോ അല്ലെങ്കിൽ അതിന് വേദന അനുഭവപ്പെട്ടാലോ ഒക്കെ കരയൂലേ. അത് രാത്രിയാണെന്നോ പകലാണെന്നോ അതിന് ഉപ്പയും ഉമ്മയും ഉറങ്ങാണെന്നോ അതിന്റെ അച്ഛനും അമ്മയും ഉറങ്ങാണെന്നോ അതൊരു കല്യാണ വീടാണെന്നോ അല്ലെങ്കിൽ അതൊരു മരണ വീടാണെന്നോ ഇതൊന്നും അതിനെ ബാധിക്കുന്ന കാര്യമല്ല. സന്തോഷത്തിന് വേണ്ടി മാത്രം എന്നല്ല, എന്നാൽ പോലും ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ ഈ ID എന്ന് പറയുന്ന ഇതെന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു 3 വയസ്സ് വരെ ഏകദേശം അവര് പറയുന്ന കണക്കാണ്, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഓക്കെ, നമുക്ക് കുറെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് വരും. അപ്പൊ ഒരു കുഞ്ഞിന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇത് ID എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രഷർ പ്രിൻസിപ്പിൾ ആണ്. എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരയും. അത് അച്ഛൻ അമ്മ അവർ ഉറങ്ങായിക്കോട്ടെ ഉണർന്നിരിക്കുക ആയിക്കോട്ടെ അവരുടെ ചുറ്റുപാട് എന്തോ ആയിക്കോട്ടെ അവർ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ മറ്റെന്ത് തിരക്കിലാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ കരയും. അത് ആ കുട്ടിയുടെ പ്രഷർ പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് സൂപ്പർ ഈഗോ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈഗോ എന്ന് പറഞ്ഞ നമുക്ക് സാധാരണഗതിയിൽ അറിയുന്ന ഈഗോ എന്ന് പറയുന്ന സാധനമല്ല, സൂപ്പർ ഈഗോ. അവരിട്ടിട്ട് പേരാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കരമായിട്ട് മൊറാലിറ്റിയെ പറ്റി ചിന്തിക്കുന്ന ഒരു ഘടനയാണ് നമ്മളെ മനസ്സിന്റെ ഘടനയിൽ പെടുന്ന ഒരു കാര്യമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് സെബാസ്റ്റ്യൻ സാറ് നേരത്തെ എന്താണ് ഐസ്ക്രീം കഴിക്കുകയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സാറിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു സാറ് പേരിങ്ങനെ പറയുമ്പോ. ഓക്കെ, അപ്പോ കമ്പൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, അപ്പോ സാർ എന്താണ് ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പൊ ഇതെന്ന് പറയുന്ന മനസ്സിന്റെ ഘടന നമ്മൾ ഉത്തേജിപ്പിക്കുന്നത് എന്താണ്? ഓടിപ്പോവുക, സെബാസ്റ്റ്യൻ സാറെ കയ്യിൽ നിന്ന് ആ ഐസ്ക്രീം തട്ടി പറയ്ക്കുക, കഴിക്കുക. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ആളെന്ത് വിചാരിക്കുന്നു, ചുറ്റുപാടുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആൾ കഴിച്ചതിന്റെ ഇതൊന്നും ചിന്തിക്കില്ല. പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുറ്റുപാടുകളും സാമൂഹ്യ വ്യവസ്ഥകളൊക്കെ നോക്കുന്ന ഒരു മനസ്സിന്റെ ഘടനയാണ്. ഐസ്ക്രീമേ കഴിക്കാൻ പാടില്ല, പൊതുസ്ഥലത്ത് നിന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത് ശരിയല്ലല്ലോ, ഇത്തരത്തിലൊക്കെയുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഐസ്ക്രീം കഴിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ, പക്ഷെ അയ്യോ അതൊരു പൊതുസ്ഥലത്ത് നിന്ന് കഴിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അതൊരു തിയേറ്ററിലൊക്കെ ശരിക്കും കഴിക്കാൻ പാടുള്ള ഒരു കാര്യമാണോ, സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് എതിരല്ലേ? ഇങ്ങനെ ഭയങ്കരമായിട്ട് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിച്ച് ആ ഒരു രീതിയിലേക്കല്ലേ നമ്മൾ അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ മനസ്സിന്റെ ഘടനയിൽ ഈ പറയുന്ന ഒരു കാര്യം കൂടുതലായിട്ട് ഉത്തേജിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവരെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നയിക്കുന്നത്. ഞാൻ അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പലരുടെയും വയലൻസ് ഇതിലൂടെയൊക്കെയാണ് പുറത്തു വരിക അല്ലെ. അല്ലാതെ എല്ലാവരും അയ്യോ അവര് ഫുഡ് കഴിക്കല്ലേ ഞാനത് തട്ടിപ്പറയ്ക്കാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൊറാലിറ്റിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്താണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇതൊന്നിലും പെടാത്ത മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഈഗോ. സാധാരണ നമുക്ക് പരിചയമുള്ള ഈഗോ അല്ല, ഇവരിട്ടുള്ള പേരാണ് ഈഗോ. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞു, കോൺഷ്യസ് ലെവല്, സബ് കോൺഷ്യസ് ലെവല്, അൺകോൺഷ്യസ് ലെവല്. ഇതിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ID എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ ഞാൻ ഈ ഐസ്ബർഗിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് എന്താ പറയാ കോൺഷ്യസ് ലെവലിനെയും സബ് കോൺഷ്യസ് ലെവലിനെയും
അൺകോൺഷ്യസ് ലെവൽ, ഇതിന് മൂന്നിനെയും കട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, ഇത് വരച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ് കൺഫ്യൂസ് ആകുന്നില്ല. അപ്പൊ ആ പാർട്ടി ഞാൻ വിട്ടു. ഓക്കെ, ഇനി ഈഗോ എന്ന് പറയുന്ന പാർട്ടിനെ പറ്റി പറഞ്ഞു. ഇതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതാണ് കൂടുതൽ ആളുകളുടെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്, ഭയങ്കര അടിയാണ്. നമ്മുടെ മനസ്സിലൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഈ മൂന്ന് കാര്യങ്ങളും ഭയങ്കര എന്തൊരു കാര്യത്തിൽ ഇത് മൂന്ന് കാര്യങ്ങളും ഭയങ്കര ഫൈറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് സൂപ്പർ ഈഗോ, ഈഗോ. ഇതിൽ ഈഗോ ആണ് കുറച്ചും കൂടെ എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുപ്പിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്ന ഫീലിംഗ് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചത് ഓടിപ്പോവുക, അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തു പറയാം, ഈ ഐസ്ക്രീം തട്ടിപ്പറിക്കുക, കഴിക്കുക. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമേ കഴിക്കാൻ പാടില്ല, അത് പല്ലിന് ദോഷമല്ലേ, അത് സാമൂഹ്യമായിട്ട് നമ്മൾ കഴിക്കാനേ പാടില്ലല്ലോ, ഇതുപോലത്തെ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ അത് കഴിക്കാനൊക്കെ പാടുണ്ടോ, ഇതുപോലെ ഭയങ്കരമായിട്ട് മൊറാലിറ്റി നോക്കുന്നതാണ് ഈഗോ എന്ന് പറഞ്ഞാൽ. ഇതാണ് പ്രാക്ടിക്കൽ. നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി എന്നുണ്ടെങ്കിൽ പോവുക, കടയിൽ പോവുക, പണം കൊടുത്ത് ഐസ്ക്രീം വാങ്ങുക, കഴിക്കുക. ഓക്കെ, ഇതാണ് ഈഗോ. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഘടനയാണ് നമ്മളെ മനസ്സിനുള്ളത്. ഇത് മൂന്നും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂന്നും തമ്മിൽ ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇത് മൂന്നും തമ്മിൽ എന്താ പറയാ, ഇത് നമ്മൾ എന്തൊരു പ്രവർത്തിയിലും നോക്കാം. നമ്മളിപ്പോ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പ്ലാൻ പോലും കേൾക്കാതെ, എന്താന്ന് പോലും അറിയാതെ, ചിലപ്പോൾ നമ്മളെ അടുത്ത് പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് നമ്മളെ അടുത്ത് എന്താണെന്ന് പോലും അറിയാൻ ശ്രമിക്കാതെ നമ്മളെ അടുത്ത് മറുപടികൾ തരുന്ന ആളുകളുണ്ട്. എനിക്കിതൊന്നും കേൾക്കണം, അതൊക്കെ ഞാൻ കുറെ കേട്ടാണ്, ഇതൊക്കെ ഞാൻ അവര് ചെയ്താണ് ഇവര് ചെയ്താണ്, ഇതിനെപ്പറ്റി ഒന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് മറുപടികൾ, അതായത് ഒരു ഷൗട്ടിംഗ് പാറ്റേണിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് അവര് മറുപടികൾ തരുന്ന ആളുകൾ ഉണ്ടാവില്ലേ. അവരുടെയൊക്കെ മനസ്സിൽ ഈ ഇതെന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആവുന്നത്. അല്ലാതെ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്ങിനെ പറ്റിയിട്ടല്ലല്ലോ നമ്മൾ ഇന്ന് രാവിലെ 7 ക്ലബിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫിജിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതും അതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയാൻ പോകുന്നത്. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്ക് നന്നായിട്ട് പ്ലാൻ കൊടുക്കാൻ അറിയുമെന്ന് വിചാരിച്ചോളൂ. നമുക്ക് നന്നായിട്ട് പ്ലാൻ കൊടുക്കാൻ, അടിപൊളിയായിട്ട് നമുക്ക് പ്ലാൻ, ആരുടെ മുന്നിൽ നമുക്ക് പ്ലാൻ കൊടുക്കാൻ അറിയാം, നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും അറിയാം. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞത് കൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിൽ സക്സസ് ആവുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തും. കുറച്ചു നേരം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നു, മറുപടികൾ വരട്ടെ. ഇത് രണ്ടും കൊണ്ട് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് അഭിപ്രായമുള്ള ആളുകൾക്ക് റേസ് ഹാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം പോരാ, അങ്ങനെ അതാണ് നല്ലത്. ഇത് രണ്ടും മാത്രം പോരാ എന്ന അഭിപ്രായമുള്ള ആളുകൾക്ക് റേസ് ഹാൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോടൊപ്പം വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ മെസ്സേജ് ആയിട്ട് എന്നിലേക്ക് അറിയിക്കാം. നന്നായിട്ട് പ്ലാൻ കൊടുക്കാനും അറിയാം, ആരുടെ മുന്നിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്ലാൻ കൊടുക്കാൻ അറിയാം. അതിനോടൊപ്പം നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും അറിയാം. ഇത് രണ്ടും മാത്രം പോരാ എന്ന അഭിപ്രായമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഓൺ ആണല്ലോ അല്ലേ? നിങ്ങൾ മറുപടികൾ അയച്ചോളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഹോസ്റ്റിന് മാത്രമാണ് അല്ല വരുമെന്നാക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എല്ലാവർക്കും തമ്മിൽ കാണും. ഞാൻ നിങ്ങളെല്ലാവരും നല്ല മെസ്സേജുകൾ മാത്രം അയക്കുന്നുള്ള വിശ്വാസമാണ് കേട്ടോ ഞാനത് എവരിവണ്ണാക്കുന്നത്. എല്ലാവരും അവർ തന്നെ ആരുടെയും ദിവസങ്ങൾ കെടുത്താതിരിക്കുക, മറ്റുള്ള മോശം മെസ്സേജുകളൊന്നും അയക്കാതിരിക്കുക. നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജും ഈ എന്താ പറയാ 7 ഗ്ലോബിൽ 1000 പേരും കാണും, നിങ്ങളെ പറ്റി വിലയിരുത്തും. അപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടികൾ മാത്രം നിങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കുമെന്ന വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കുറെ ആളുകൾ പോരാന്ന് പറയുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് പ്ലാൻ പറയാം, എന്താ അതിന്റെ കൂടെ വേറെ എന്താ വേണ്ടതെന്നുള്ളതും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാട്ടോ. പോരാന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അത് മാത്രം മതിയോ എന്നുള്ളതാണല്ലോ എന്റെ ചോദ്യം. ധാരാളം ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിജയിക്കില്ല, മൈൻഡ് സെറ്റ് മാറ്റണം, ടീമിനെ നിലനിർത്തണം, പോരാ, ഇല്ല വിജയിക്കില്ല, എക്സ്ട്രാ മാറ്റേഴ്സ് വേണം, സെയിൽ ക്ലോസ് എത്തിക്കുന്നിടത്താണ് വിജയം, പോരാ ഇല്ല, നോ സാർ.
ഓക്കെ, ധാരാളം മെസ്സേജുകൾ വന്നു. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഞാൻ ചോദിച്ച സമയത്ത് മറുപടികൾ തന്നിട്ടുള്ള ആളുകളോട് എല്ലാവരോടും നന്ദി. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ മനസ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൽകാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് പ്ലാൻ കൊടുക്കുമ്പോ എത്ര നന്നായിട്ട് പ്ലാൻ കൊടുക്കാൻ അറിയുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എത്രത്തോളം അടിപൊളിയായിട്ട് ഒരു സെയിലിനെ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള സെയിൽ ക്ലോസിംഗ് ആളും ആയിക്കോട്ടെ, അവരുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചു. അതായത് അവരുടെ മനസ്സിലുള്ള ചിന്തകള് ഞാൻ പറയുന്ന രീതിയിലാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് ആ സെയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിന് പറ്റിയിട്ട് പ്ലാൻ തരാൻ വേണ്ടിയിട്ട് എന്താണ്, ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ എന്റെ മുന്നിൽ മായ എന്ന് പറയുന്ന ഒരു മേഡം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കണ്ട ഒരാളെ എടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ മായ എന്ന് പറയുന്ന മേഡത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്ലാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ ആൾ എൻ്റെ ഒരു റിലേറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ എൻ്റെ ഒരു ചേച്ചിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ ആളെടുത്ത് പ്ലാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് നന്നായിട്ട് പ്ലാൻ പറയാറ് കേട്ടോ. ഞാൻ ഈ ബിസിനസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ പറയുന്ന ഒരാളാണ്. ഞാൻ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് കഴിവുള്ള ഒരാൾ. ഇപ്പൊ നിങ്ങളാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ, ഞാൻ എന്നെ വെച്ച് പറയുന്നേ ഉള്ളൂ, എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ മായ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഞാൻ പോയി അവരുടെ അടുത്ത് പ്ലാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ അപ്പൊ ആൾ എന്ത് ചെയ്യുന്നു, ആൾ ഏത് ജില്ലക്കാരിയാണ്, ആള് ഇപ്പൊ നിലവിൽ റാങ്ക് ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ ആള് എന്താ പറയാ ആളുടെ പ്രൊഫൈൽ, ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എക്സാമ്പിളിന് ഞാൻ ആ ഒരു വ്യക്തി എടുത്തു എന്നുള്ളൂ. ആളൊരു ടീച്ചറാണ് എന്ന് വിചാരിച്ചോളൂ. ഒരു എക്സാമ്പിളിന് മായ എന്ന് പറയുന്ന ഒരാള് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്, ആളൊരു ടീച്ചറാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ആളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് പ്ലാൻ കൊടുക്കാനും ഫോളോ കൊടുക്കാനും എല്ലാം അറിയാം. എന്നാലും ഞാൻ ചിന്തിക്കുകയാണ്, മായച്ചൊക്കെ ഈ ബിസിനസ് ചെയ്യുമോ? അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇത് പറഞ്ഞതുപാട് ഇത് വേണ്ടാന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ അവരുടെ കയ്യിലിപ്പോ പൈസയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അവര് വീട് പണിക്ക് പഠിത്തം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പഠിത്ത കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമല്ലേ. ഞാനിപ്പോ ഇത് പറഞ്ഞ അവരത് അക്സെപ്റ്റ് ചെയ്യോ? എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാനിതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല, പ്ലാൻ കൊടുത്ത് അവരെന്തായാലും കേറാൻ സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. ഇതാണെങ്കിലോ നമ്മുടെ മൈൻഡ് സെറ്റ്. ആ വീട്ടിലേക്ക് കയറി എനിക്ക് പ്ലാനൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. പ്ലാൻ പറയാൻ അറിയാം, ഫോളോ അപ്പ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. എന്നാലും നമ്മുടെ മനസ്സിൽ ഇതാണ് ഉള്ളത് എന്ന് വിചാരിച്ചോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. ഇത് ഏതൊരാളോ ആയിക്കോട്ടെ, ഇത് ലീഡറോ ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ മായ എന്ന് പറയുന്ന ആളെ എനിക്ക് പേഴ്സണലി പരിചയമില്ല. ഓക്കെ, എനിക്ക് പരിചയമുള്ള റംല എന്ന് പറയുന്ന എന്റെ സ്ക്രീനിൽ ഉള്ള ഒരാളാണ്. ഇപ്പൊ റംല എന്ന് പറയുന്ന ഒരു മാഡം, ആളുടെ കോണ്ടാക്ട് ആണ് മായ എന്ന് പറയുന്നത്. ഇപ്പൊ റംല മാഡത്തിന് പ്രത്യേകിച്ച് മീൻസ് ആളെ മോശപ്പെട്ട് പറയല്ലോ കേട്ടോ, ആൾക്ക് പ്ലാൻ പറയാനും ഫോളോ കൊടുക്കാനും അറിയില്ല. ആളുടെ ലീഡറാണ് ഞാൻ. ആളോടൊപ്പം വേണ്ടിയിട്ട് മായ എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആളുടെ ഒരു നെയ്ബറോ ആരോ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ലീഡറാണ് ഞാനൊരു SC അബോ റാങ്കിൽ നിൽക്കുന്ന ഒരു ലീഡറാണ്. ഞാൻ ചിന്തിക്കുകയാണ്, വീടും പരിസരമൊക്കെ കണ്ടിട്ട് ഒരു പൈസ തരുമോ? വിലയിലൊന്നും അധികം പൈസയൊന്നും ഇല്ല, വെറുതെ പ്ലാൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പ്ലാൻ കൊടുക്കുന്ന സമയത്തുള്ള അവരുടെ മുഖഭാവങ്ങളല്ലേ, കൊടുക്കാൻ പോകുന്നതിന് മുൻപുള്ളതും വിട്ടേക്കും. പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മായ എന്ന് പറയുന്ന ആള് വലിയ ഇൻട്രസ്റ്റ് എങ്ങനെ അവര് കാണിക്കുന്നില്ല. അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളോ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളോ ഭയങ്കര ഹരിബറി ബിസി കാര്യങ്ങളാണ്. അവര് പ്ലാൻ ബുക്കിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കൂടെ പോയ ലീഡറാണ് ഞാൻ ചിന്തിക്കുകയാണ്, ഇവരിതെന്താ ഇതൊന്നും നോക്കുന്നില്ലല്ലോ, ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, ഇവരൊക്കെ ഇത് ചെയ്യോ? വെറുതെ എന്റെ കുറെ സമയം പോയി. കമലമേട എന്നെ കൊണ്ടുവന്നിവിടെ പെടുത്തി. ഞാനിപ്പോ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ സമയം വെറുതെ പോയി എന്നല്ലാതെ ഇവരൊന്നും ഈ ബിസിനസ് തന്നെ ചെയ്യൂല എന്നാണെങ്കിൽ എന്റെ മാനസികാവസ്ഥ. ഇതൊന്നും ഫിജിക്കാരനെ പറ്റി പ്ലാൻ അറിയാത്തത് കൊണ്ടോ, ഇതൊന്നും ഫിജിക്കാരനെ പറ്റി ഫോളോ അപ്പ് അറിയാത്തത് കൊണ്ടോ ഉള്ള കാര്യമാണോ? അതൊക്കെ നമ്മളെ മാനസികമായിട്ടുള്ള ചിന്തകളല്ലേ, നമ്മളെ ചിന്തകൾ റിലേറ്റ് ചെയ്ത കാര്യത്തെ പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മള് പലരും മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുൻധാരണ അല്ലെ. നമ്മൾ ഒരാളെ കാണുന്ന സമയത്തോ അവരായിട്ട് ഇടപഴകുന്ന സമയത്തോ അവരെന്താണെന്നോ, അല്ലെങ്കിൽ അവരുടെ തീരുമാനം ഇന്നതാണെന്നോ, അല്ലെങ്കിൽ അവർ ഇതുപോലത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നോ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടോ, ഇതൊക്കെ നമ്മൾ
അവരൊന്നും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പറയാൻ സാധ്യതകളും ഉണ്ടാവും. എന്നാലും നമ്മൾ ഇതിനെ പറ്റിയിട്ട് മുൻകൂട്ടി ഒരു ധാരണയിലെത്തി, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ വരുള്ളൂ, ഞാനിതൊക്കെ കുറെ കണ്ടതല്ലേ, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ളതാ, ഞാൻ ഇതിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇനിയിപ്പോ നിങ്ങളെ ലീഡർ ആ വ്യക്തി ജോയിൻ ചെയ്യില്ല, അവർ അങ്ങനെയാണ്, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞാൽ അതിന് എതിർക്കണം എന്നല്ല കേട്ടോ. ഞാൻ നമ്മളെ മാനസികമായിട്ടുള്ള കുറച്ച് ചിന്തകളെ പറ്റിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഒരു ധാരണയിലൂടെ നമ്മൾ ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ട് പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അറിഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് എത്ര നന്നായിട്ട് പ്ലാൻ പറയാൻ അറിഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനോട് യോജിക്കുന്ന ആളുകളും ഉണ്ടാവും, യോജിക്കാത്ത ആളുകളും ഉണ്ടാവും. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നുള്ളൂ. ഇതേ സമയത്ത് പ്ലാൻ വലിയ പിടുത്തൊന്നുമില്ല, എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം, എന്തൊക്കെയോ 6 പ്രോഫിറ്റ് എന്തോ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ നേട്ടമുള്ള ഒരു കാര്യമാണ്, ഇത്രേ അറിയുള്ളൂ. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. ഈ ബിസിനസ് ചെയ്താൽ നല്ലതാണ്, നിനക്കിപ്പോ ഈ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു എന്താ പറയാ ഒരു സഹായകമായിരിക്കും, നിന്റെ വീട്ടിലേക്ക് വേണ്ട സാധനം വാങ്ങിയാൽ മതി, നിനക്ക് ഈ ബിസിനസ് എന്നോടൊപ്പം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ഫോളോ അപ്പ് ചെയ്യാനൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ചിന്തകൾ എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി എന്തായാലും എന്റെ കൂടെ ബിസിനസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നാളെ അവര് നോ പറഞ്ഞത് കൊണ്ട് നെഗറ്റീവ് ആവുന്ന ഒരു കാറ്റഗറി അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഭയങ്കര പോസിറ്റിവിറ്റി ആണ് മനസ്സിൽ. എന്താ പറയാ അവര് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ മായ എന്ന് പറയുന്ന ഒരാൾക്ക് പകരം ഞാനിപ്പോ എന്താ പറയാ പറയാ ഓക്കെ മജീദ് എന്ന് പറയുന്ന ഒരു സാറാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് അദ്ദേഹം എന്തോ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വന്ന സമയം എന്തോ മാറിപ്പോയി, അതല്ലാതെ അവർക്ക് ഈ ബിസിനസ് പറ്റി ഇൻട്രസ്റ്റ് ഇല്ലായിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ടോ അല്ല. ചിലപ്പോൾ മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തായാലും ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് എന്റെ മൈൻഡ് സെറ്റ് എന്ന് വിചാരിച്ചു. എനിക്ക് വലിയ രീതിയിൽ പ്ലാൻ പറയാൻ അറിയില്ല, എനിക്കെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ആയിക്കോട്ടെ പ്ലാൻ ഒന്നും വലുതായിട്ടൊന്നും പറയാൻ അറിയില്ല, ഫോളോ അപ്പ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര എന്താ പറയാ പോസിറ്റിവിറ്റി കൊണ്ടില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എന്നതിനപ്പുറം കുറച്ചുകൂടെ മാനസികമായിട്ടുള്ള ഒരു ഇന്നർ മീനിങ്ങിലേക്ക് അടയാൻ കടന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല. അതിനപ്പുറം അതിന് കുറച്ച് ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു മുൻധാരണ എന്ന് പറയുന്ന ഒരു കാര്യത്തിനേക്കാൾ കുറച്ചുകൂടി ഇന്നറിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് തോട്ട്സ് ഇല്ലേ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് റിയാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ധാരാളം ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ വലുതായിട്ട് നന്നായിട്ട് പ്ലാൻ കൊടുത്തുകൊണ്ടോ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ അവരിലേക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വിശാലമായി സംസാരിച്ചത് കൊണ്ടോ കാര്യമില്ല. അത് റാങ്കിൽ നിൽക്കുന്ന ലീഡേഴ്സ് ആയിട്ട്, എസ് റാങ്കിൽ നിൽക്കുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഈ ബിസിനസിന്റെ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലേ, നമുക്ക് ഈ ബിസിനസ് പറ്റി വലിയ ഐഡിയ ഉണ്ടെങ്കിലും വലിയ ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ ആദ്യമേ മുൻകൂട്ടി ചില ഒരു തീരുമാനങ്ങളിലേക്ക് നമ്മളെ ചിന്തകളിലൂടെ എത്താതിരിക്കുക എന്നാണ് എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ നിങ്ങളെ നിർബന്ധിക്കാൻ ഞാൻ ആരുമല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പ്രസ്താവിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും എനിക്ക് മനസ്സിലായിടത്തോളം ഇത്തരത്തിൽ നമ്മൾ എന്താണ് ആ ഒരു കാര്യത്തെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് പലർക്കും അല്ലെ ചിലപ്പോൾ നന്നായിട്ട് പ്ലാനും ഫോളോ അപ്പും കൊടുത്ത് അത്യാവശ്യം നല്ല റാങ്കും നല്ല വരുമാനം നേടിയെടുത്ത ഒരു സമയത്തും നമുക്ക് ഇത്തരം ചിന്തകൾ വന്നേക്കാം. ടീമിനെ പറ്റി ചിന്തിക്കാം അല്ലെ, പുതിയ ഒരാളെ പറ്റി ചിന്തിക്കുന്ന പോലെ തന്നെ ടീമിനെ പറ്റി ചിന്തിക്കാം. എന്റെ ടീമിലുള്ള ആളുകളൊന്നും പോരാ, ഇവരൊന്നും ഒരു നല്ല കോണ്ടാക്റ്റിനെ കൊണ്ട് തരുന്നില്ല, ഇവരൊന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, അല്ലെ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് ഇവർ ഉയരുന്നില്ല. അവിടെയൊക്കെ എന്താ പറയാ സീലിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം 30,000 രൂപയ്ക്ക് ആ റാങ്കുള്ള ലീഡർ വാങ്ങുന്നുണ്ടല്ലോ, എന്റെ ടീമിലുള്ള ആളുകൾ മുഖേന എനിക്ക് എന്താ സെയിൽ വരാത്തത്, അവരൊന്നും ശരിയല്ല. ആ ടീമിലുള്ളത് പോലെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ എന്റെ ടീമിലല്ല, ആ ടീമിൽ ആ ലീഡർ താഴെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയൊക്കെയോ കുറെ മാറ്റങ്ങൾ ലഭിക്കുമായിരുന്നു. ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഇതൊരു കൂട്ടിലായിപ്പോയി. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. പ്ലാനും ഫോളോ അപ്പ് ഒന്നും അല്ല കേട്ടോ ഇത്. നമ്മള് നിൽക്കുന്ന ടീമിനെ പറ്റിയിട്ടോ നമ്മുടെ ടീമിനെ പറ്റിയിട്ടോ നമ്മൾ നിൽക്കുന്ന ടീമിനെ പറ്റി, ഇത് രണ്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ അപ്ലൈൻ ലീഡർ ഉൾപ്പെടുന്ന ടീമിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ടീമിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ താഴേക്കുള്ള ആളുകൾ ഉൾപ്പെടുന്ന ടീമിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതേ സമയത്ത് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ചിന്ത എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ അവർ എത്ര സ്കില്ലുള്ള ആളായിക്കോട്ടെ, എത്ര നല്ല ഫോളോ അപ്പ് ചെയ്യാൻ കഴിവുള്ള ആളായിക്കോട്ടെ, ചിലപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക്
കരകയറേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് നിലവിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പ്ലാൻ പറയാനോ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ നന്നായിട്ട് സെയിൽ കൊണ്ടുവരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽഡ് വർക്കുകളോ ഡിജിറ്റൽ വർക്കുകളോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ടീം ആയിക്കോട്ടെ, നമ്മള് മൈൻഡിന് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഞാൻ ഉറപ്പായിട്ടും വിജയിക്കും, എനിക്ക് ബിസിനസ്സിലൂടെ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനനുസരിച്ചൊരു ടീമിലേക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ടീമായിട്ട് എന്റെ ടീം ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ആക്കും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിലേക്ക് മാറും. ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നത് മാത്രമാണ് ഇപ്പത്തെ എന്റെ റിയാലിറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ട പ്രവർത്തി, ഇത് ചിന്തിച്ച് മാത്രം ഇരുന്നിട്ടും കാര്യമില്ല കേട്ടോ, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ കൂടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മാറ്റം എന്താണ് നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഓക്കെ, അതേ സമയത്ത് നമ്മൾ നമ്മുടെ ടീമിനെയും പഴിച്ച് നമ്മളെ കൂടെ വന്ന ആളുകളെയും പഴിച്ച് ലീഡേഴ്സിനെയും പഴിച്ച് നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുന്ന ആളുകളെയും പഴിച്ച് എന്റെ നാട്ടിലുള്ള ആളുകളൊക്കെ നെഗറ്റീവാണ്, ഇതൊരു ചിന്താഗതിയാണ്. എന്റെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും നെഗറ്റീവാണ്. ആ ഒരു സാഹചര്യം കൊണ്ട്, ഈ ഒരു സാഹചര്യം കൊണ്ട് എനിക്കിനി എന്റെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിൽ, നെഗറ്റീവ് ഇല്ലാത്തൊരു നാട്ടിൽ പോയിട്ട് എനിക്ക് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ വെച്ചിട്ട് എനിക്ക് ബിസിനസ് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ബിസിനസ് നടക്കില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ടീമിനെ വളർത്താതിരിക്കുള്ളൂ. അതേ നാട്ടിൽ വന്നിട്ട് മറ്റ് ജില്ലക്കാരോ മറ്റ് സംസ്ഥാനക്കാരോ മറ്റു ടീമിലുള്ള ആളുകളോ നിങ്ങൾ തന്നെ അപ്ലൈ ലീഡറിന് മറ്റു ടീമിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഈ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ആളുകളായിട്ട് മാത്രം മാറുകയുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് 1-2 മാനിഫെസ്റ്റേഷൻ. നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ മലയാളം വാക്ക് എന്താ, നമ്മളൊരു കാര്യം നടന്നിട്ടില്ല, അതിനെ ഡിഫൈൻ ചെയ്യാം, അതിന്റെ മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലും അല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ. നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലും അല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. പല റാങ്കുകളുള്ള ആളുകളുണ്ട്. നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്ക് ആയി എന്ന് നമ്മൾ മനസ്സിനോട് പറയാം. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്ന കാര്യമായിട്ടോ. ഇതൊക്കെ പറയുമ്പോഴും എന്നോട് പുച്ഛം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോ എനിക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാലും ഞാനത് പറഞ്ഞു പോവാം. നമ്മൾ നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പോലും ഒരു BOP ഹാളിൽ പോകുന്ന സമയത്ത് അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്കിലുള്ള ഒരു ബ്രാൻഡ് ന്യൂ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ മനസ്സിനോട് പറയാം. ഓക്കെ, ഇപ്പൊ എന്റെ മുന്നിൽ പ്രീത മേഡം ഉണ്ട്. ആള് നിലവിൽ എന്ന റാങ്കുള്ള ആളാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ പ്രീത സത്യൻ എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ഒരു മാഡത്തിന് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പ്രകടനം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇന്നലെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കണ്ടിരുന്നു. പക്ഷെ അത് കണക്ട് ചെയ്ത് പറയുമ്പോൾ മലയാളം വാക്ക് ഇതൊരു വലിയൊരു കണക്ഷൻ വരുന്നില്ല, കുറെ വാക്കുകളുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രീത സത്യൻ, ഓക്കെ, പ്രീത മേഡം എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പൊ ആള് നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്ക് അല്ല എന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാണ്. ഇപ്പൊ പ്രീത മേഡം ഇപ്പോ ആള് ഒരു BOP ഫിസിക്കൽ BOP പോവുകയാണ്. ആള് നിലവിൽ റാങ്ക് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. എന്നാലും ആ BOP ഹാളിൽ ഇരുന്നിട്ട് ആൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവിടുത്തെ MC ഇൻവൈറ്റ് ചെയ്യാണ്, അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കമ്പനീന്റെ ആദ്യത്തെ റാങ്ക് അച്ചീവർ ഇൻവൈറ്റ് ചെയ്യാണ്, ബ്രാൻഡ് ന്യൂ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രീത മേഡത്തെ ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതവിടെ വിളിച്ചു പറയുന്ന കാര്യം ഒന്നുമല്ല കേട്ടോ. ആളവിടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. വേറെ ആരോ ആയിരിക്കാം ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോ പ്രേമി എന്ന് പറയുന്ന രജനി എന്ന് പറയുന്ന ഒരാള്, പ്രേമി, അങ്ങനെ 1-2 പേരുകൾ എനിക്ക് കാണുന്നുണ്ട്. ഇപ്പൊ ബ്രാൻഡ് ന്യൂ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രേമി എന്നായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ എക്സിക്യൂട്ടീവ് രജനി എന്നായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. പക്ഷെ പ്രീത എന്ന് പറയുന്ന വ്യക്തി വിചാരിക്കുകയാണ്, ഞാൻ റാങ്ക് അച്ചീവ് ചെയ്തു, എന്നെ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെ ആയിരിക്കും ഇൻവൈറ്റിംഗ് നടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്കൊക്കെ എനിക്ക് അവിടെ സെലിബ്രേഷൻസ് നടക്കും, എന്റെ ടീം ഇത് ആഘോഷിക്കും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എന്റെ ടീം ഇത് ആഘോഷിക്കും, ഈ ഒരു ലെവലിലേക്ക് എനിക്ക് മാറാൻ കഴിയും. ഞാൻ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് അപ്ഡേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ കഴിയും. ക്രൈറ്റീരിയ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോണസിലേക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിന് പോളിസി ആയിക്കോട്ടെ, നോമിനി സിസ്റ്റം, ഈ പറയുന്ന ലെവലിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ അനീഷമ്മയുടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ കമ്പനീന്റെ ആ ഒരു റിവാർഡ് ഫണ്ടുകൾ 50,000 ഒറ്റ ചെക്കായിട്ട്, അല്ലെങ്കിൽ ഒരു 50,000 രൂപ എന്റെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു മൊമെന്റ്, അത് വാങ്ങുന്ന സമയത്തുള്ള എന്റെ മാനസികാവസ്ഥ, ഈ പറയുന്ന കാര്യങ്ങളിലെ ഇത് നമ്മൾ ഫിജിക്കൽ കണക്ട് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ, എല്ലാ രീതിയിലേക്കും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു എനിക്ക് ഉറപ്പില്ല, എന്നാലും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്താ പറയാ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കാര്യം മറ്റൊന്നായിരിക്കും. എന്താ പറയാ, അതായത് അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ നിലവില് നമ്മള് ഒരു സാധാരണക്കാരാണ്. വീട്ടിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. വീട്ടിൽ വലിയ സാമ്പത്തിക സ്ഥിതിയോ വലിയ എന്താ പറയാ വരുമാന സ്രോതസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്താ പറയാ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണം എന്താ പറയാ കൈകളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു ഒരു 10,000-2,000 കിട്ടിയ സമയത്ത് 5,000ത്തിന്റെ ചെലവാണ്, കിട്ടിയത് എവിടുന്നാ പോയത് എവിടുന്നാന്ന് തന്നെ അറിയുന്നില്ല, വന്ന വഴി വേറെ, അല്ലെങ്കിൽ വന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ഇത് കയ്യിൽ നിന്ന് ചെലവായി പോയി, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോട് കൂടി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സമയത്ത് എവിടുന്നും പൈസ കിട്ടാനില്ല, ആരുടെ അടുത്തും നമ്മളൊന്ന് ചോദിച്ചിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നില്ല, നമ്മുടെ കയ്യിലുള്ള പണം ചെലവായി പോകുന്ന സമയത്തോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തോ നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇത് നമ്മളെ യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നാൽ നമ്മുടെ മനസ്സിനെ മറ്റൊരു രീതിയിലേക്ക്, എനിക്കതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോഴാണ് പലരും പറയുമ്പോ ഇവൻ ഇത് ഞാനിതൊക്കെ കുറെ കണ്ടതാണ്, അല്ല എന്നേക്കാൾ അത്ര സീനിയേഴ്സ് ആയിട്ട് എന്റെ അമ്മൂമ്മേന്റെയും അമ്മച്ചന്റെയും പ്രായത്തുള്ള ആളുകളൊപ്പം എന്റെ സ്ക്രീനിലുള്ളത്. അവരെ മുഖത്ത് നോക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ അവരെ മുഖഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പറയാം. പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന്, നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ആവശ്യം വന്നു. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, എന്റെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേർന്നു. പണമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ പണ്ടാരം എവിടുന്നും പൈസ ഇട്ട് കിട്ടുന്നുമില്ല, എന്റെ കൈകളിലേക്ക് കുറച്ച് പൈസ വന്ന സമയത്ത് 100,000 ചെലവാണ്, ഇത് ഏത് വഴിയാ പോകുന്നതെന്ന് തന്നെ അറിയുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ സംസാരം. അതിന് നേരെ ഓപ്പോസിറ്റ്, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് എന്നിലേക്ക് പണം വന്നു ചേരുന്നു, അല്ലെങ്കിൽ എന്നിലേക്ക് ഈ ഒരു ആവശ്യം നിറവേറ്റാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. പണം മാത്രമല്ല, എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ പോലും. ഓക്കെ, അതിനോടൊപ്പം നമ്മള് ദിനം പ്രതി പലതരം ചെലവുകൾ നടത്തുന്ന ആളുകളാണ്. ഇപ്പോൾ പെട്രോൾ അടിക്കാനായിക്കോട്ടെ, മീൻ വാങ്ങാനായിക്കോട്ടെ, പച്ചക്കറി വാങ്ങാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഫീസുകളായിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ അയൽക്കൂട്ടത്തിൽ കൊടുക്കുന്ന പൈസ ആയിക്കോട്ടെ, ഫിജി കാർഡിൽ ഒരാളടുത്ത് അഡ്വാൻസ് വാങ്ങുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിജി കാർഡിന് വേണ്ടി റീപർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫിജി കാർഡിലെ BOP പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് പൈസ കൊടുക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പണം ചെലവഴിക്കുന്ന ആളുകളാണ്. ഇത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വിഷമ പലർക്കും അല്ലെ. 100 രൂപ ചെലവാണ് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ മീനിനൊക്കെ എന്താ വില, ഇത്രയൊക്കെ പണം കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ സാധനം വാങ്ങിയത്, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇപ്പൊ എന്താ അത്ര ഫീസ്, പരീക്ഷാ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് 1000-ങ്ങളും 10,000-ങ്ങളൊക്കെയാണ്. ഈ ചിന്തകള് ആണ് കൂടുതലേക്ക് എന്താ പറയാ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക അല്ലെ. എന്തൊരു തുക ചെലവഴിക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്തോ, പണ്ടൊക്കെ 100 രൂപയ്ക്ക് 1.5-2 ലിറ്റർ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ലിറ്റർ കിട്ടണമെങ്കിൽ 105-106 രൂപയൊക്കെ കൊടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലൂടെ കോടാനുകോടി ചിന്തകളാണ് ഓരോ ദിവസവും കടന്നു പോവുക. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ചിന്തകളായിരിക്കണം എന്നില്ല. എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്റെ മുന്നിലേക്ക് നോക്കി എനിക്കൊരു ഓല കാണുന്നുണ്ട്, ഈ ഓലയൊക്കെ എത്ര വാടിക്കിടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്റെ ഓർമ്മയിൽ അത് സ്പോട്ടിൽ തന്നെ അത് സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല അല്ലെ. ഇപ്പൊ എന്റെ മുന്നിൽ എന്റെ ഫോൺ ചാർജ് 21%, ഇതിപ്പോ ഓഫ് ആവുമോ, ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ നമ്മള് അതില് എന്താ പറയാ നമ്മൾ ഓർമ്മയിലേക്ക് എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അതില് ഈ പണം ചെലവഴിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട്, പണത്തിന്റെ ഒരു ശാസ്ത്രം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണത്തിന്റെ ഒരു ശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ 1 രൂപ ആയിക്കോട്ടെ ചെലവഴിക്കുന്ന സമയത്ത് അത് സന്തോഷത്തോടെ നമ്മൾ കൊടുക്കണമല്ലേ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നു, നമ്മളത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ശപിച്ചിരുന്നിട്ടും ആ പൈസ അധ്വാനിച്ചുണ്ടാക്കി അത് അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി അത് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടൊന്നും അത് കൊടുക്കാതിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നില്ല. അത് ഉറപ്പായിട്ട് അത് കൊടുക്കണം. എന്നാൽ അത് കൊടുക്കുന്ന സമയത്ത് അത് സന്തോഷത്തോടെ, സന്തോഷം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുമ്പോൾ സന്തോഷിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, എന്നാലും
അത് കൊടുക്കുന്ന സമയത്ത് മനസ്സിറങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ. നമ്മൾ പലപ്പോഴും പറയണം നമ്മളെ കയ്യിൽ കുറെ കോടാനുകോടി ഉണ്ടായിട്ടൊന്നും ആയിരിക്കണമെന്നില്ല പലരും ചാരിറ്റി ചെയ്യുക. ആകെ 100 രൂപയെ കയ്യിലുള്ളൂ, അതിൽ 50 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ അതിലൊരു 60 രൂപ വെച്ചിട്ട് ചാരിറ്റി ചെയ്യുന്ന ആളുകളും ഉണ്ട്. വലിയ പണക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട് വിഭാഗം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മളെ വീട്ടില് 8 മണിയായി, 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് അല്ലെങ്കിൽ ഒരു ബന്ധു വന്നു എന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള്, നമ്മൾ അവര് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ മനസ്സിൽ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വിചാരിക്കാം. അവര് പോകുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ആ സുഹൃത്ത് എന്ന് വിചാരിച്ചോളൂ. നിങ്ങളിപ്പോ എന്റെ വീട്ടിൽ വന്നു, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന സമയത്ത് രാമകൃഷ്ണൻ സാറാണ് എന്റെ വീട്ടിലേക്ക് വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആള് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര എന്താ പറയുക അതിയായ സന്തോഷമാണ്. ആളുടെ കൂടെ സമയം പങ്കിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ബന്ധു ആയിക്കോട്ടെ. അപ്പൊ ആള് പോകുന്ന സമയത്ത് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മുടെ സുഹൃത്താണെങ്കിൽ ഇപ്പൊ എടാപോടാ ബന്ധം ഉണ്ടാവും അല്ലെ, ബഹുമാനിക്കുന്ന ബന്ധം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ രാമകൃഷ്ണൻ സാറ് മുഖത്ത് നോക്കിയിട്ട് എടാന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, ആള് എന്നെക്കാൾ അത്ര സീനിയർ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ആളോട് പറയാണ്, രാമകൃഷ്ണ ഏട്ടാ നിങ്ങൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി, നമ്മൾ ഇനിയും വരണം കേട്ടോ, ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാം. നമ്മൾ ഒന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, മനസ്സിനൊക്കെ ഭയങ്കര ഒരു 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 ഉണർവല്ലേ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഇനിയും വരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം മാനസികമായിട്ട് ഇങ്ങനെ ഭയങ്കര അതിയായ സന്തോഷത്തോടു കൂടി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ തോന്നുക? ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്നാണോ തോന്നുക? അങ്ങനെയാണ് നമ്മൾ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് തോന്നൂല, ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങോട്ട് വരണം, ശരിയാണ്, ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് എനിക്കും ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ ആൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കും അല്ലെ. ഇതുപോലെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പണവും. നമ്മളിത് ചെലവഴിക്കുന്ന സമയത്ത് നമ്മളിത് ശപിച്ചും കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ സങ്കടപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇത് ചെലവഴിക്കേണ്ടി വന്നല്ലോ എന്ന ചിന്താഗതിയിലാണ് നമ്മൾ 1 രൂപയെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ വഴിക്ക് വരില്ല. അതേ സമയത്ത് എനിക്കിത് ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ഇന്നൊരു 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ കഴിഞ്ഞു, അതിനുള്ള പണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, നന്ദി. ഇനി പോട്ടെ, എന്റെ മകളുടെ കല്യാണമാണ്, ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ പോലും എന്താ പറയാ അറേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ പോലും എനിക്കത് നടത്താൻ പറ്റി, ഭംഗിയായി നടത്താൻ പറ്റി, സന്തോഷം, അല്ലെങ്കിൽ നന്ദി. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ചെയ്തു നോക്കൂ, റിസൾട്ട് കാണാം. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും പറയുന്നില്ല, ചെയ്തു നോക്കൂ, റിസൾട്ട് കാണാം. നമ്മൾ ഒരു തുക ചെലവഴിക്കുന്ന സമയത്ത് പോലും സന്തോഷത്തോടു കൂടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ ധാരാളം മാറ്റങ്ങളുണ്ട്. ഞാൻ ഫിജി കാർഡിനെ വെച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പൊ ഫിജി കാർഡ് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന തുകകളായിക്കോട്ടെ, സീലിംഗ് അടിക്കുന്നതായിക്കോട്ടെ, ഒരു ദിവസം ഒരു 100 രൂപയെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 50 പോയിന്റോ 25 പോയിന്റോ മാച്ച് ഒരു 500 രൂപയോ അല്ലെങ്കിൽ 495 രൂപയോ കിട്ടുന്നത് പോലും ഇത്തരത്തിലാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയൊരു കാര്യമായിരുന്നു പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ നടക്കാത്തൊരു കാര്യം നടന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, ഇത് കുറച്ച് എന്താ പറയാ ഒരു എന്താ പറയാ ഒരു കത്തെഴുതുന്ന രൂപേണ പറയാം. നിങ്ങൾ എത്ര പേര് കത്തെഴുതിയിട്ടുണ്ട്? ഞാൻ കത്തൊന്നും എഴുതിയിട്ടല്ല ഈ പറയുന്നത്, ഞാൻ പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നിലവിൽ ഒരു തവണയെങ്കിലും കത്ത് എഴുതിയിട്ടുള്ള ആളുകൾ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യോ, അല്ലെങ്കിൽ ചാറ്റിലൂടെ അറിയിക്കോ? കത്ത് ഒരു 1970 അല്ലെങ്കിൽ 1990 മുന്നിൽ ജനിച്ച ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ കത്ത് എഴുതിയിട്ടുണ്ടാവുക. അതിനുശേഷം ജനിച്ചവർ കത്ത് എഴുതില്ല എന്നൊന്നല്ല, എന്നാലും കൂടുതൽ കത്ത് എഴുതിയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ സീനിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം എന്തായിരുന്നു ഡേറ്റ്? 2025 നവംബർ 27-ാം തീയതി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എല്ലാവരും ഒരു കത്ത് എഴുതും. വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക് തന്നെ. ശരി വരുന്നുണ്ടാവും അല്ലെ? വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക് തന്നെ ഒരു കത്ത് എഴുതുക. എന്തിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു 3 കൊല്ലോ 5 കൊല്ലോ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടന്നു കഴിഞ്ഞ രൂപേണ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന രീതിയിൽ കത്തെഴുതാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ പേര് വെച്ചിട്ട് പറയാം. എന്റെ പേര് നിതിൻ മനോഹർ എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം. എന്റെ പേര് നിതിൻ. ഇപ്പൊ ഞാൻ എനിക്ക് കത്തെഴുതുകയാണ്,
പ്രിയപ്പെട്ട നിതിൻ, അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്നതാക്കിയാണ്. ഞാൻ ഇപ്പൊ നിലവിൽ കമ്പനിയുടെ 7ാമത്തെ റാങ്കാണ്. ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന 7ാമത്തെ റാങ്കിലാണ് എത്തിയിട്ടുള്ളത്. ടോട്ടൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് എന്റെ വരുമാനം. ഓക്കെ, ഫിജിക്കാലൂടെ മാസം 9 ലക്ഷം രൂപ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, എന്നാൽ നിലവിൽ എനിക്ക് ടോട്ടലി ഈ കഴിഞ്ഞ ഒരു ടൈം പീരീഡ് കൊണ്ട് എനിക്ക് ടോട്ടലി ഏൺ ചെയ്യാൻ പറ്റിയുള്ള ഒരു തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ ഉള്ളിലാണ്. അപ്പൊ ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം കമ്പനീനെ NSTM റാങ്ക് അടിക്കണം, 1 കോടി രൂപ എന്താ പറയാ റിവാർഡ് ഫണ്ട് വാങ്ങണം, മറ്റു റിവാർഡ് ഫണ്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. ഇതിനെ ഈ പറഞ്ഞ 10 രൂപേനെ ആക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ലോ കേട്ടോ. അപ്പൊ ഇതിൽ വീട് സ്വന്തമായിട്ടില്ലാത്ത ആളുകൾക്ക് വീട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, മക്കളുടെ പഠനത്തെ പറ്റി ചിന്തിക്കുന്ന ആളുണ്ടാവും, മക്കളുടെ വിദ്യാഭ്യാസം അതിനോടൊപ്പം തന്നെ മക്കളുടെ കല്യാണം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും, സ്വന്തമായിട്ടൊരു വാഹനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, കുറെ കടബാധ്യതകളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിദേശത്തുള്ള കുടുംബാംഗങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ നമ്മളോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. രോഗ ബുദ്ധിമുട്ടും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ആദ്യം നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കത്തെഴുതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ട നിതിൻ, മുൻപ് നീ ആഗ്രഹിച്ചതുപോലെ ഫിജിക്കാർഡ് കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ നീ എത്തിച്ചേർന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അല്ലെങ്കിൽ അതിനോടൊപ്പം നീ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ റേഞ്ച് റോവർ എന്ന് പറയുന്ന കാറ് ഇന്ന് നീ സ്വന്തമാക്കിയതിൽ, അല്ലെങ്കിൽ ഇന്ന് നീ സ്വന്തമാക്കിയെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വലിയൊരു വീട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഓരോ ആളുകൾക്ക്, ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് സ്പോട്ടിൽ പറഞ്ഞപ്പോ ഒരു വാക്കുകൾ ചിലപ്പോൾ വൃത്തിയായിട്ടുണ്ടാവണമെന്നില്ല, എന്നാലും ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം. കടബാധ്യതയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, മാനസികപരമായ ബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധങ്ങൾ, അല്ലെങ്കിൽ രോഗാവസ്ഥ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീർന്നു എന്ന രൂപേണ എഴുതണം കേട്ടോ. ഇതെല്ലാം നടക്കും, ഇതെല്ലാം ആവും എന്ന രീതിയിൽ ആവരുത്, ഫ്യൂച്ചർ ആവരുത്. ഇത് നടന്നു കഴിഞ്ഞതുപോലെ ഒരു 3 വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു 5 വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇത് നടന്നു കഴിഞ്ഞു എന്ന രൂപേണ വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇതെല്ലാം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എഴുതുന്ന ഒരു കത്ത് പോലെ വെറുതെ ഒരു വെള്ള പേപ്പറിലോ ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കുക. ഇതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ അതിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും, ഞാൻ അന്ന് എഴുതി വെച്ചൊരു കാര്യം. ഇത് ചിലപ്പോൾ പലപ്പോഴും മറന്നു പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഈ 2025 നവംബർ 27-ാം തീയതി ചിലപ്പോൾ അടുത്ത കൊല്ലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നുള്ള എല്ലാ സമയത്തും ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മനസ്സ് നമ്മളെ സൂചിപ്പിക്കും. അതിനുശേഷം നടക്കുന്ന ഒരു മാജിക് ഉണ്ട്. ഇത് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നത്. വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടൊരു കാര്യം പറയുന്നത് മാത്രമല്ല, കേട്ടതുമാണ്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ. നിങ്ങളും ചെയ്തു നോക്കൂ. നമ്മള് ഫിജിക്കാർട്ടിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഫിജിക്കാർട്ട് ബിസിനസ്സിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഒരാളാണ്, നമ്മൾ ഭാവിയിൽ ഇതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും തലത്തിൽ ഉണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം പറ്റി ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, നവംബർ 27, 2025 നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു കത്താണ്. ഇതിനെ പറ്റിയിട്ട് അനുഭവമുള്ള ആളുകളുണ്ട് കേട്ടോ, എക്സ്പീരിയൻസ് കുറച്ച് ആളുകളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ സേന ക്ലബ്ബ് ഇന്നത്തെ ദിവസം കൺക്ലൂഡ് ചെയ്യാണ്. ഞാൻ ഫിജിക്കാർട്ടിനെ പറ്റി ഇവിടെ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിനെ പറ്റിയിട്ടും മനസ്സിലെ ചിന്തകളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ഇവിടെ പങ്കുവെച്ചത്. ഭൂരിഭാഗം കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കുറച്ചു പേർക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടാവും, കുറച്ചു പേര് ഇവർ എന്തൊക്കെയാ അവിടെ പറഞ്ഞത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒറ്റൊരു കാര്യം കൂടി ഞാൻ സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ വായനാശീലമുള്ള ആളുകളുണ്ടാവും, വായനയോട് വെറുപ്പുള്ള ആളുകളുണ്ടാവും, വായനയെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളുണ്ടാവും. എന്നാലും ഫിജിക്കാർട്ടിനെ പറ്റിയിട്ട് എന്നുള്ള രീതിയിൽ തന്നെ നെറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ധാരാളം ബുക്കുകളുണ്ട്. അതോടൊപ്പം നമ്മുടെ ചിന്തകളെ പറ്റിയിട്ടും, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്റെ തോട്ട് പ്രോസസ്, വലിയ ജീവിത പരിചയം ഉണ്ടായിട്ടൊന്നും ഇല്ല, ആകെ 27-26 വയസ്സായിട്ടേ ഉള്ളൂ. എന്നാലും ഈ സമയത്തിനിടയ്ക്ക് എന്റെ ചിന്തകളിൽ എനിക്ക് പല തോട്ട് പ്രോസസ്സിലൊക്കെ പല ചേഞ്ചസ് ഉണ്ടാക്കാൻ എന്റെ ലൈഫിൽ ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് വാങ്ങാം, വായിക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കാം. വായിച്ചിട്ട് നിങ്ങൾ മുഴുവൻ പേജ് ഒന്നും വായിക്കണം എന്ന് പറയുന്നില്ല, ആദ്യത്തെ 13 പേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ ആ ബുക്കിന് ചെലവഴിച്ച തുക നിങ്ങൾക്ക് തന്നിട്ട് ആ ബുക്ക് ഞാൻ വാങ്ങാം, എന്നിട്ട് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ ബുക്ക് വായിച്ചിട്ട് ആദ്യത്തെ 13 പേജിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് നല്ല കേട്ടോ. നിങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്, ഇതൊന്നും എല്ലാം എന്ന് അഭിപ്രായങ്ങളാകും. നിങ്ങളോട് ആരോടും ഞാൻ എതിർക്കാൻ വരുന്നില്ല, അനുഭവങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ആ ബുക്കിൽ ആദ്യത്തെ 13 പേജ് വായിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും കണക്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് മുഖേന ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട. നിങ്ങളൊരു DSM ലീഡേഴ്സ് മുഖേന എന്നെ കോൺടാക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാം. ഓക്കെ, ഞാൻ ബുക്ക് സജസ്റ്റ് ചെയ്യണം. ധാരാളം ആളുകൾക്ക് അറിയാം, അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ബുക്ക്. ബുക്കിന്റെ പേര് രഹസ്യം എന്നാണ്, സീക്രറ്റ്. ഇതിന്റെ മലയാളം വേർഷനും എന്താ പറയാ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറെ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഈ ബുക്കിലുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയാ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും ജീവിതത്തിൽ ചിന്തകളിലൂടെ ധാരാളം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്, ഒരു 10-11 മിനിറ്റ് ഒന്നും കൊണ്ട് നീങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് ഈ ഒരു എന്താ പറയാ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ പ്രകൃതിയോടും ദൈവത്തിനോടൊക്കെ നന്ദി അറിയിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലത് നടക്കട്ടെ. നിങ്ങൾ വലിയ വലിയ റാങ്കുകളും വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിലും വലിയ വ്യവസ്ഥയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളോടെ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ബൈ.